ഹരേ കൃഷ്ണ. മായാവിയും ബാലിയും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ ഭാഗം പറഞ്ഞു നിർത്തിയത് ഹനുമാനോട് ബാലി പറയുന്നു, കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി വിശ്രമിക്കുക എന്ന്. ഇത് ഹനുമാനോട് പറഞ്ഞു കഴിഞ്ഞു. അനിയനായ സുഗ്രീവനോട് ബാലി പറഞ്ഞു, സുഗ്രീവ, ഇത് ഞാനും മായാവിയും തമ്മിലുള്ള ബലപരീക്ഷണമാണ്. അതിൽ നീ ഇടപെടേണ്ടതില്ല. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഞാൻ കൊല്ലപ്പെടുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ നിനക്ക് മായാവിയുമായി പൊരുതാം. ബാലിയുടെ ഉപദേശം ശ്രവിച്ച മാരുതി ഉടൻ തന്നെ മടങ്ങിപ്പോയി. എന്നാൽ സുഗ്രീവൻ ജ്യേഷ്ഠന്റെ അനുവാദം കൂടാതെ ഒരിക്കലും മായാവിയെ ആക്രമിക്കുകയില്ലെന്ന സത്യം ചെയ്യുകയും അഗ്രജനെ അനുഗമിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് ബാലിയോട് അപേക്ഷിക്കുകയും ചെയ്തു. ബാലി പിന്നീട് മായാവിയെ പോരിന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മായാവി, ഇത് നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധമാണ്. മറ്റാരും ഇതിൽ പങ്കുചേരുകയില്ല. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. നമുക്ക് പൊരുതാം. നിന്റെ തീരുമാനം മാറ്റി കുറിക്കേണ്ടി വരും. ഈ യുദ്ധത്തിൽ ഞാൻ തന്നെ ജയിക്കും. നിന്നെയും നിന്റെ കുലത്തെയും നശിപ്പിച്ച ശേഷം ഞാൻ കിഷ്കിന്ധയിലെ അധിപനായി സർവസമ്പൽ സമൃദ്ധിയോട് വാഴും. ഇത് കേട്ട് ബാലി പറഞ്ഞു, എടാ ഭീരു, നീ വെറുതെ അതുമിതും പുലമ്പാതെ യുദ്ധം ചെയ്യുക. ജയവും തോൽവിയും നീ മാത്രം നിശ്ചയിച്ചാൽ പോരല്ലോ. ഇവിടെ ശക്തിയും കഴിവും ആത്മധൈര്യവുമാണ് മുഖ്യം. നിനക്കിതൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ പലപ്പോഴും പാത്തും പതുങ്ങിയും നീ കിഷ്കിന്ധ ആക്രമിക്കാനെത്തിയത്. ഇനി എന്തായാലും നിന്നെ ഞാൻ അതിനനുവദിക്കുകയില്ല. ഇത് കേട്ട് മായാവി ആർത്തെടുത്തു, എടാ മറക്കടാ, കൂടുതൽ പുലമ്പേണ്ട. ആർക്കാണ് ധൈര്യമെന്ന് ഇപ്പോൾ തന്നെ പരീക്ഷിച്ച് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് മായാവി ബാലിയുടെ നേർക്ക് മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചു. ബുദ്ധിമാനായ ബാലി ആ പ്രഹരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി മായാവിയുടെ ഗളത്തിൽ ഊക്കോടെ ഇടിച്ചു. അവർ തമ്മിൽ അതിഘോരമായൊരു മല്ലയുദ്ധം തന്നെ നടന്നു. അംഗം വെട്ടിനിന്ന മായാവി ഒടുവിൽ കാട്ടിനുള്ളിലേക്ക് കയറി. ബാലിയും അവനെ പിന്തുടർന്നു. സുഗ്രീവൻ ബാലിയോടൊപ്പം വളരെ പണിപ്പെടുന്നുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഈ കഥയുടെ ബാക്കി അടുത്ത ഭാഗത്തിൽ. മായാവിയെ ബാലി വധിക്കപ്പെടുകയാണ്. ആ കഥാഭാഗം അടുത്ത ഭാഗത്തിൽ.